സൂരജ്പൂർ ഗ്രാമത്തിൽ ഒരുപാട് ദിവസങ്ങളായി കറുത്ത സൂര്യനാണ് ഉദിച്ചുകൊണ്ടിരുന്നത്. ഗ്രാമത്തിൽ ഇരുട്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് തോൽ പിന്നെ കണ്ണിനും അസുഖം വരാൻ തുടങ്ങി. ധീരേന്ദ്രൻ മാമ ആ ഗ്രാമത്തിന്റെ വൈദ്യനാണ്. അദ്ദേഹത്തിന്റെ മകൾ സ്വപ്ന അദ്ദേഹത്തിന് ജോലിയിൽ സഹായകരമായിരുന്നു. അപ്പോഴാണ് സർല വന്ന് എന്തു പറഞ്ഞെന്നാൽ, ധീരേന്ദ്രൻ മാമ, ഈ വ്യത്യസ്തമായ കറുത്ത സൂര്യൻ നമ്മളെ നശിപ്പിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തോലൊക്കെ കാന്താൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ കണ്ണുകളിൽ വ്യത്യസ്തമായ വേദന അനുഭവപ്പെടുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കൂ. ഈ കറുത്ത സൂര്യൻ നമ്മുടെ ജീവൻ തന്നെ നാശാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. സ്വപ്ന, നമ്മുടെ അടുത്തിരിക്കുന്ന മൂലികളെല്ലാം തീർന്നു പോയിരിക്കുകയാണ്. നീ ഇപ്പൊ തന്നെ ചെന്ന് കാട്ടിലിരുന്ന് മൂലികൊക്കെ പറിച്ചു കൊണ്ടുപോവാ. ശരി അച്ഛാ, ഞാൻ ഇന്ന് തന്നെ ചെന്ന് ഔഷധങ്ങളൊക്കെ പറിച്ചുകൊണ്ടുവരാം. എത്രയും പെട്ടെന്ന് ഈ കറുത്ത സൂര്യൻ ഇല്ലാതെയാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. എന്നാലേ നമുക്ക് രക്ഷപ്പെടാനാകൂ. കാട്ടിൽ സ്വപ്ന ഔഷധ ചെടികളെ തേടി ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു മരത്തിനടിയിൽ മുറിവേറ്റ ഒരു മനുഷ്യനെ അവൾ കണ്ടു. ആ മനുഷ്യൻ വളരെ തളർന്നു പോയിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാനായി സ്വപ്ന ഉടനെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ പ്രകാശത്തിന്റെ കാവലനാണ്. മൂലിക എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. പക്ഷെ ഈ കറുപ്പ് സൂര്യൻ എന്നെ ശക്തി ഇല്ലാത്തവനാക്കി. ഈ കറുപ്പ് സൂര്യൻ നമ്മൾ എല്ലാവരും നാശമാക്കും. പ്രകാശത്തിന്റെ രക്ഷകനോ? കറുപ്പ് സൂര്യനൊപ്പം ഏറ്റുമുറ്റാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ കാട്ടിൽ മറിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂലിക ചെടിയാണിത്. അതുമാത്രം ഉപയോഗിച്ചാണ് കറുപ്പ് സൂര്യനെ നമുക്ക് നാശമാക്കാൻ പറ്റുക. ഇത് അതിനു വേണ്ടിയുള്ള മൂലികയാണ്. രക്ഷകൻ സ്വപ്നയുടെ കയ്യിൽ ഒരു ഔഷധം നൽകി. അത് സാധാരണ ഔഷധത്തെക്കാൾ വളരെ മികച്ചതാണ്. എന്നെ കൊണ്ട് ഇത് ഉപയോഗിച്ച് കറുത്ത സൂര്യൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനാകുമോ? കറുപ്പ് സൂര്യന് ഒരു ഗുഹയുണ്ട്. അവിടെ പ്രകാശം ദൈവത്തിന്റെ ഒരു മോതിരമുണ്ട്. കറുപ്പ് സൂര്യൻ ആ മോതിരത്തിന് മോഷ്ടിച്ചിട്ട് പോയി. ആ മോതിരത്തിന്റെ മേലെ ഈ മൂലികന്റെ ചാറ് വിടണം. അപ്പോഴാണ് ഈ കറുപ്പ് സൂര്യന്റെ ജീവിതം എന്നെന്നുമായി നാശത്തിലേക്ക് പോവുക. പക്ഷെ ആ കാര്യം ഒരു മനുഷ്യന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ മനുഷ്യനല്ല, ഞാനൊരു ദൈവദൂതനാണ്. എങ്ങനെയാണ് മനുഷ്യൻ കാരണമാവുക എന്നാ പറയുന്ന വെച്ചാൽ ഇതെല്ലാം മനുഷ്യർ കാരണമാണ് സംഭവിച്ചത്. മനുഷ്യരും മനസ്സിനകത്ത് ചങ്കുറ്റില്ലാതെ പോയിരിക്കുകയാണ്. അവന്റെ അകത്തിരിക്കുന്ന വിശ്വാസം, ധൈര്യം എല്ലാം പോയിരിക്കുകയാണ്. ഒരുപക്ഷെ നീ നിന്റെ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ കാര്യം നീ ചെയ്താൽ പിന്നെ എല്ലാ മനുഷ്യ ജീവികൾക്കും ഈ കറുപ്പ് സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ശരി, ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് വരൂ. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമാണ്. സ്വപ്ന രക്ഷകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രക്ഷകൻ ഗുണമായതിനു ശേഷം എന്തു പറഞ്ഞെന്നാൽ, സ്വപ്ന, ആ കറുപ്പ് സൂര്യന്റെ ഗുഹയുടെ അടുത്ത് ചെന്ന് എത്തണ വഴി ഇത്തിരി കടുപ്പമാണ്. എന്നെ കൊണ്ട് നിന്റെ കൂടെ വരാൻ സാധിക്കും. പക്ഷേ നീ തന്നെ സ്വയം നീ ധൈര്യം വെക്കണം. നിന്റെ അകത്തിരിക്കുന്ന പേടിനെ നീ മാറ്റണം. കാവലാളി, സ്വപ്ന നല്ല ധൈര്യശാലിയായ പെൺകുട്ടിയാണ്. അതെ, ഞാൻ ആ ഗുഹ വരെ ചെന്ന് ആ കറുത്ത സൂര്യനെ അവസാനിപ്പിക്കാം. ഇത് പ്രയാസകരമായിരിക്കാം, പക്ഷെ എനിക്കത് സാധിക്കും. സ്വപ്ന, പറയണത് എളുപ്പമാണ്, പക്ഷേ ചെയ്യുന്നതാണ് കഷ്ടം. ഓർമ്മയിൽ വെച്ചേക്ക്. ഞാൻ നിന്റെ കൂടെ വരാൻ പറ്റും, പക്ഷേ ഗുഹയുടെ അടുത്ത് വരെ മാത്രമാണ്. ആ ഗുഹയുടെ അടുത്ത് എനിക്ക് വരാൻ സാധിക്കില്ല. ഗുഹയുടെ അടുത്ത് നീ തന്നെ ഒറ്റയ്ക്ക് ചെന്ന് ആ മോതിരത്തിനെ കണ്ടുപിടിച്ച് അതിന് മേലെ ഈ മൂലിക ചാറിന് ഒഴിക്കണം. ഈ ചെയ്യുന്ന കാര്യത്തില് നിന്റെ മുഴു ശ്രദ്ധയും ധൈര്യത്തിനെയും വിടാതെ ഇരിക്കണം. പറയൂ സ്വപ്ന, തയ്യാറാണോ? തീർച്ചയായും രക്ഷകനെ, ഞാൻ തയ്യാറാണ്. രക്ഷകനും സ്വപ്നയും കാട്ടിൽ കൂടി നടന്ന് ഒരു നദിക്കരയിൽ ചെന്നെത്തി. അവിടെ ഉണ്ടായിരുന്ന പാലം വളരെ പഴയതും മോശമായതുമായിരുന്നു. അത് കണ്ടതും സ്വപ്നയ്ക്ക് പേടിയുണ്ടാകാൻ തുടങ്ങി. എന്താ ഇത്? ഈ പാലം വളരെ പഴയതാണല്ലോ. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. നമ്മൾ എങ്ങനെയാ ഇതിൽ കയറി പോവുക? സ്വപ്ന, പേടിക്കല്ലേ. നമ്മൾ ഈ പുഴയിനെ കടന്നെല്ലാം പോണം. ശ്രദ്ധയോടെ ഇരിക്കേ. പേടിയില്ലാതെ പോയാലേ ഈ പുഴയിൽ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ശരി രക്ഷകനെ, എന്നിലുള്ള ഈ പേടി ഞാൻ മാറ്റിയേക്കാം. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇത് കടന്നു പോകാം. സ്വപ്ന രക്ഷകന്റെ സഹായത്തോടെ ആ പാലത്തിൽ കയറി വന്നു. പാലത്തിലുള്ള ആ മര കഷ്ണങ്ങൾ പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ സ്വപ്ന പതുക്കെ പതുക്കെ നടന്ന് പേടിക്കാതെ അവൾ വന്നു. രണ്ടുപേരും മുൻപോട്ട് നടന്നു. നമ്മെ കൊണ്ട് ഇത് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, ഇനി കുറച്ചേ ഉള്ളൂ. നീ ചെയ്യുന്നത് ശരിയാണ് സ്വപ്ന. നമ്മൾ പുഴ കടക്കാൻ പോവാണ്. അവസാനം ഒരു വിധത്തിൽ സ്വപ്നയും രക്ഷകനും ധൈര്യം കൈവരിച്ച് ആ നദി അവർ കടന്നു. ഇപ്പോൾ അവർ അവരുടെ യാത്ര വീണ്ടും തുടങ്ങി. സ്വപ്നയും രക്ഷകനും കുറച്ചുകൂടി മുൻപോട്ട് ചെന്നു. അവിടെ അവരൊരു വലിയ മല കണ്ടു. ആ മലയ്ക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് വിഷച്ചെടികളും മരങ്ങളും ഉണ്ടായിരുന്നു. മുള്ളുകൾ വളരെ കൂർത്തതായിരുന്നു. പിന്നെ അതിലെ വിഷം വളരെ ആപത്തായതായിരുന്നു. രക്ഷകനെ, ഇത് വളരെ ആപത്തായതാണ്. എന്നെ കൊണ്ട് ഈ മുള്ളുകൾ കടന്നു ചെല്ലാനാവില്ല. പേടിക്കല്ലേ സ്വപ്ന.
ഒരുപക്ഷെ നീ ധൈര്യത്തോടെ ഇരുന്നാൽ ഈ പ്രശ്നം കടന്നു പോണത് നിനക്ക് എളുപ്പമാവും. നമ്മൾ ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. ആര് വിചാരിച്ചാലും നമ്മളെ തടയാൻ സാധിക്കില്ല. നീ നിന്റെ ധൈര്യം മാത്രം വിടാതെ പിടിച്ചു വെച്ചേക്ക്. രണ്ടുപേരും ആ മുള്ളുകളുടെ ഇടയിൽ കൂടി പതുക്കെ പതുക്കെ നടന്നു ചെന്നു. മുള്ളുകൾ കയ്യിലും കാലിലും കുത്താൻ തുടങ്ങി. പക്ഷേ സ്വപ്ന അതൊന്നും ഒട്ടും കൂട്ടാക്കിയില്ല. ആ രക്ഷകനോടൊപ്പം മുൻപിലോട്ട് നടന്നു ചെല്ലാൻ തീരുമാനിച്ചു. ഈ വേദന എന്നെ തടയാനാവില്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തണം. നീ ചെയ്തത് വളരെ ശരിയാണ് സ്വപ്ന. നീ നിന്റെ ധൈര്യം കൊണ്ടും വിശ്വാസം കൊണ്ടും ഇത് കടന്നു വന്നിരിക്കുകയാണ്. മുള്ളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും സ്വപ്നയും ആ രക്ഷകനും അതിനെ കടന്നു വന്നു. മല കയറുന്നതിൽ അവർ ശ്രദ്ധിച്ചു. അവർ അവിടെ നോക്കിയപ്പോൾ ഗുഹയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാടിന് നടുക്ക് ഒരു വിചിത്രമായ പുക പരന്നുകൊണ്ടിരുന്നു. ആ സ്ഥലം മൊത്തം ഇരുട്ട് മൂടിയതായിരുന്നു. എന്താ ഇത്? ഈ പുക എവിടെ നിന്നാ വരുന്നേ? പിന്നെ ഈ കാട് കാണാൻ വളരെ ഭയങ്കരമായിരിക്കുന്നല്ലോ. ഇത് പുകയൊന്നുമില്ല, ഇതൊരു മായത്തടയാണ്. ഇത് കടന്നു പോണെങ്കിൽ നമുക്ക് ധൈര്യവും വിശ്വാസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ മനഃശക്തിയും ദേഹശക്തിയെയും വളരെ നശിപ്പിക്കും. ഇതിന് നമ്മൾ രണ്ടുപേര് കടന്നു പോണെങ്കിൽ ഒന്നും നമ്മൾ ശ്രദ്ധയിലെടുക്കാൻ പാടില്ല. നമ്മൾ എത്തേണ്ട സ്ഥലത്തിന് വിട്ടുവീഴ്ചയില്ലാതെ പോകണം. സ്വപ്നയും രക്ഷകനും ആ വിചിത്രമായ പുക കടന്നു ചെല്ലാൻ തീരുമാനിച്ചു. അവർ ആ ദിശയിലേക്ക് സഞ്ചരിച്ചപ്പോൾ ആ പുക വീണ്ടും കൂടുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താ ഇത്? എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുമോന്ന് എനിക്ക് പേടിയാകുന്നു. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്വപ്ന, നമ്മൾ ഇത് കണ്ടു പേടിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ബുദ്ധിയോടൊപ്പം കളിക്കുകയാണ്. നീ മാത്രം നിന്റെ പേടിനെ വിട്ടുകഴിഞ്ഞാൽ അപ്പൊ ഈ പ്രശ്നം താനെന്നെ ശരിയാവും. നമുക്ക് നമ്മുടെ എത്തേണ്ട സ്ഥലം മാത്രം ശ്രദ്ധ വെച്ചാൽ മതി. സ്വപ്ന ദീർഘശ്വാസം വലിച്ചു. രക്ഷകൻ പറയുന്നത് കേട്ടു. പതുക്കെ പതുക്കെ രണ്ടുപേരും ആ പുകയിൽ തന്റെ വഴി തേടിക്കൊണ്ട് അതിനെ അവർ കടന്നു വന്നു. അവർ ആ പുക കടന്നു വന്നതും തന്നെ ആ ഗുഹയിലേക്കുള്ള പാത തെളിവായി കണ്ടു. നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ഗുഹയുടെ അടുത്തേക്ക് ചെല്ലാൻ നമ്മൾ തയ്യാറായി. പക്ഷേ വീണ്ടും കുറച്ച് പ്രശ്നങ്ങൾ സ്വപ്നയെ കാത്തിരിക്കുകയായിരുന്നു. സ്വപ്ന, ഇതിനുശേഷം എനിക്ക് വരാൻ പറ്റില്ല. ഇതിനുശേഷം നീ മാത്രം ഒറ്റയ്ക്ക് വേണം ഇവിടുന്ന് ചെല്ലാൻ. രക്ഷകനെ, നിങ്ങൾ കൂടെ ഇല്ലാതെ എങ്ങനെയാ? ഇത് നീ ചെയ്തതിനെ പറ്റൂ. നീ ചെന്ന് ആദ്യം മോതിരത്തിന് കണ്ടുപിടിച്ച് അതിനു മേലെ ആ മൂലിക ചർണ ഒഴുക്കി. ആ കറുപ്പ് സൂര്യനെ നാശമാക്കാനായിട്ട് നമ്മൾ തിരിക്കുന്ന ഒറ്റ വഴി അത് മാത്രമാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ കറുത്ത സൂര്യൻ വന്നത്. നീ എവിടെയാ പോകുന്ന സ്വപ്ന? നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? ഞാൻ മനുഷ്യന്റെ വിശ്വാസങ്ങളെല്ലാം പിന്നെ ധൈര്യത്തിനും നശിപ്പിക്കാനായിട്ട് കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നീ എന്റെ ശക്തിനെ നശിപ്പിക്കാൻ വന്നിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കില്ല. നീ അവളെ വിട്ടേക്ക് കറുപ്പ് സൂര്യനെ. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. സ്വപ്ന, നീ വേഗം ചെല്ല്. ഞാൻ ഈ കറുപ്പ് സൂര്യനെ തടഞ്ഞു നിർത്താം. പക്ഷെ ഒരുപാട് സമയം എനിക്ക് തടയാൻ പറ്റില്ല. സ്വപ്ന വളരെ ധൈര്യത്തോടെ മുൻപിലോട്ട് നടന്നു ചെന്നു. സ്വപ്ന ഗുഹയുടെ അകത്തേക്ക് പോയി. അവൾ എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആ ഇരുട്ടത്ത് തിളങ്ങുന്ന ഒരു മോതിരം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് പ്രകാശത്തിന്റെ ഭാഗം. സ്വപ്ന ഉടനെ ആ മോതിരം കയ്യിലെടുത്തു. ഇതോടെ കറുത്ത സൂര്യന്റെ പ്രശ്നം തീരും. അപ്പോഴാണ് അവിടെ കറുത്ത സൂര്യൻ പ്രത്യക്ഷപ്പെട്ടത്. നീ വിചാരിച്ചാൽ എന്നെ തടയാൻ സാധിക്കില്ല സ്വപ്ന. ഞാൻ ഇങ്ങനെ ചെയ്യാൻ നിന്നെ അനുവദിക്കില്ല. പക്ഷേ സ്വപ്ന പേടിച്ചില്ല. അവളുടെ ലക്ഷ്യത്തിൽ അവൾ ശ്രദ്ധിച്ചു. ഔഷധത്തിന്റെ ചാറെടുത്ത് ആ മോതിരത്തിൽ ഒഴിച്ചു. ആ ചാറ് മോതിരത്തിൽ കൊണ്ടതും തന്നെ കറുത്ത സൂര്യൻ മാഞ്ഞുപോയി. നിന്റെ ഈ കറുത്ത ചായം ഈ ലോകത്തു നിന്നും തന്നെ മാഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ഭയങ്കരമായ പ്രകാശം വന്നു. അതായത് സൂര്യൻ പുനർജനിച്ചതുപോലെ തോന്നി. പുറത്തു വന്നു നോക്കിയപ്പോൾ ആ രക്ഷകൻ അവിടെ ഇല്ലായിരുന്നു. പ്രകാശത്തിന്റെ രക്ഷകൻ സ്വപ്നയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ട് പോയി. ഗ്രാമത്തിലെ ജനങ്ങൾ സ്വപ്നയുടെ വീട്ടിലേക്ക് വന്നു. ആരും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്റെ മോള് ചെയ്തിരിക്കുന്നത്. ഗ്രാമജനങ്ങളെ, അവളുടെ ധൈര്യവും വിശ്വാസമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എല്ലാരെയും നീ രക്ഷിച്ചിരിക്കുന്നു സ്വപ്ന. നീ ഈ ഗ്രാമത്തിന്റെ വലിയ സ്വത്താണ്. നമുക്ക് എല്ലാവർക്കും ഏതാണോ നല്ലത് അതാണ് ഞാൻ ചെയ്തതമ്മേ. സത്യം പറയണമെങ്കിൽ ആ കറുത്ത സൂര്യൻ നമുക്ക് പേടി, ദുഷ്ടചിന്ത, അഹങ്കാരത്തിന്റെ ഭാഗമാണ്. അതിന്റെ വലയിൽ നമ്മൾ കുടുങ്ങി ജീവിക്കുകയായിരുന്നു. നമുക്ക് അത്യാവശ്യം നമ്മുടെ ആത്മവിശ്വാസമാണ്. ധൈര്യത്തോടും സത്യസന്ധതയോടും നമ്മൾ മുൻപോട്ട് പോകണം. അങ്ങനെ ചെയ്താൽ നമ്മിലുള്ള കറുത്ത സൂര്യനെ നശിപ്പിക്കാനാകും.